കർത്താവേശുമിശിഹായുടെ ജന്മപ്പെരുന്നാൾ ക്ലാസ് 4. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ജന്മപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണം, തീജ്വാലയിലെ ശുശ്രൂഷ, തുടർന്നുള്ള ശ്ലീബ ആഘോഷക്രമം, അത് കഴിഞ്ഞുള്ള യാമപ്രാർത്ഥനകൾ എന്നിവയെ പറ്റിയാണ്. നമുക്ക് പ്രദക്ഷിണത്തിൽ തുടങ്ങാം. പ്രദക്ഷിണം നടത്തുന്നത് പട്ടക്കാരും ശുശ്രൂഷക്കാരും അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ്. വിശുദ്ധ ശ്ലീബ, ഏവങ്കേലിയോൻ, മറുബഹസാകൾ, ധൂപക്കുറ്റി, മെഴുകുതിരികൾ മുതലായവയെടുത്ത് ജനക്കൂട്ടവുമായി പള്ളിയുടെ വടക്കേ വാതിൽ കടന്ന് പുറത്തേക്ക് പുറപ്പെട്ട് തീജ്വാലയുടെ സ്ഥലത്തേക്ക് പാട്ടുകൾ പാടിക്കൊണ്ട് പ്രദക്ഷിണ യാത്രയായി പോകുന്നു. തീജ്വാലയുടെ പടിഞ്ഞാറ് വശത്ത് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് നിന്നുകൊണ്ടാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. അതേപ്പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഈ പ്രദക്ഷിണത്തിൽ നിന്ന് പാട്ടുകളുടെ പ്രാധാന്യത്തെപ്പറ്റി വളരെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. ആ പാട്ട് ഇങ്ങനെയാണ്, പാടുന്നില്ല, ഗദ്യമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാധാന്യം വിവരിക്കാം. ഈശനും ഈ മർത്യന്മാർക്കും മധ്യമനാകും വചനേശൻ, തന്നെ പെറ്റാൽ കന്യക ആശ്ചര്യം. അപ്പോൾ കർത്താവേശുമിശിഹായുടെ ആളത്വത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈശനും അല്ല ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള മധ്യമനെന്നാണ് പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നയാളല്ല. മധ്യമനെന്ന് പറഞ്ഞാൽ അതൊരു ആളത്വ വിശേഷണമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ വചനേശനെ, വചനമായ പുത്രനെ, തന്നെ പെറ്റാൽ കന്യക ആശ്ചര്യം. വിവാഹബന്ധം കൂടാതെ ഒരു കന്യക തന്നെ പ്രസവിച്ചു എന്നത് ആശ്ചര്യകരമാകുന്നു. ജ്വാലയണിഞ്ഞോൻ തനി വേണ്ടി ഞങ്ങളെ സംരക്ഷിപ്പാനായി മാനവരൂപം പൂണ്ടാൻ ആശ്ചര്യം. വേറൊരു ആശ്ചര്യം എന്താ? ജ്വാലയണിഞ്ഞു, അഗ്നിയെ അണിഞ്ഞിരിക്കുന്നവൻ ശരീരം ധരിച്ചു. എന്തിന്? ഞങ്ങളെ സംരക്ഷിപ്പാനായിട്ട് മാനവരൂപം കൊണ്ടു, മനുഷ്യരൂപം പൂണ്ടു. അടുത്തത്, 9 മാസം ചെന്നപ്പോൾ ജനനീ മുദ്രയ്ക്കേതും കേടന്യെ വെളിയിൽ വന്നാൻ ആശ്ചര്യം. 9 മാസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ കന്യാമുദ്രയ്ക്ക് കേടുകൂടാതെ അവൻ വെളിയിൽ വന്നു. അതും ആശ്ചര്യമായിരിക്കുന്നു. 30 വത്സരം ഈ പാരിൽ വാണങ്ങൾക്കായി പാടേറ്റു, മനസ്സാ മരണം പൂണ്ടാൻ ആശ്ചര്യം. 30 വർഷം ഈ പാരിൽ വസിച്ചിട്ട് അവസാനം നമ്മൾക്കായി മരണം പെട്ടു, നമ്മൾക്കായി ക്രൂശിൽ മരിച്ചു. അതും ആശ്ചര്യമാകുന്നു. 3 ദിനം ഖബറിൽ മേവിയിട്ട് ഉദ്ധിതനായി സ്വർഗാരോഹം ഹല്ലേലൂയ ചെയ്യാൻ ആശ്ചര്യം. 3 ദിവസം ഖബറിൽ വസിച്ചു. തുടർന്ന് ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു. അതും ആശ്ചര്യമായിരിക്കുന്നു. ദാവീദിൻ ഗീതം പോലെ കാലാതീതൻ താതനിൽ നിന്നുളവായോനാം സുതനാം മശിഹായെ. ദാവീദിൻ്റെ ഗീതം പോലെ കാലാതീതം താതനിൽ നിന്നും, കാലങ്ങൾക്കും നേരങ്ങൾക്കും അതീതനായ പിതാവാൻ ദൈവത്തിൽ നിന്നും ഉളവായ ദൈവപുത്രനായ മശിഹായെ എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. തിരുവുള്ളത്താൽ ദാവീദിൻ നന്ദനയായി വിമലതയോലും കന്യക കാലത്തിവരിൽ പ്രസവിച്ചു. ആ ദൈവപുത്രനെ ദൈവ ഇഷ്ടത്താൽ, ദൈവഹിതത്താൽ ദാവീദിൻ്റെ പുത്രിയായ മറിയാമിൽ നിന്നും കാലസമ്പൂർണതയിൽ പ്രസവിച്ചു. നമ്മുടെ രക്ഷയ്ക്കായി വന്നവൻ മെസ്സിഹായ നാഥൻ നൂനം. ഇനി ശ്രദ്ധിക്കണം, ഇനി മെസ്സിഹായുടെ ആളത്വത്തെ പറ്റിയാണ്. പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. ഇത് പ്രദക്ഷിണ ഗാനമായി, ഇത് മുഴുവൻ ഹൈ ലെവൽ തിയോളജിയാണ്. അതാണ് നമ്മുടെ സഭയുടെ പ്രാധാന്യമെന്നും ഇതിനിടയിൽ മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടോളൂ. മെസ്സിഹായ നാഥൻ തീർച്ചയായിട്ടും ഏകപ്രകൃതി, ഏകസുതൻ, ഏകൻ, താതനും മറിയാമിനും ഏകസുതൻ, പൂർവജനന്ത്യൻ, മേലൊരു നാളും ഭേദം കൂടാത്തോൻ, ഭാവവും ആളും രണ്ടുണ്ടെന്നോതിയിടുന്നോൻ, ശാപാർഹൻ, ഹല്ലേലൂയ, നരകമവൻ നേടിയിടും. ഇതൊരു വളരെ സമയമെടുത്ത് വ്യാഖ്യാനിക്കേണ്ട ഒരു ഇതാണ്. അതുകൊണ്ട് ഞാനങ്ങ് വിടുകയാണ്. ഞാനൊന്നുകൂടെ പാടാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. പിന്നെ ഒരിക്കൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏകപ്രകൃതി, ഏകൻ, സുതനേകൻ, താതനും മറിയാമെന്നും, ഏകസുതൻ, പൂർവജനന്ത്യൻ,
മേലൊരു നാളും ഭേദം കൂടാത്തോ. അതാണ് ഈ സംയോജനം ഒരു കാലത്തും വ്യത്യാസമില്ലാത്ത സംയോജനമാകുന്നു മനുഷ്യത്വവും ദൈവത്വവും. അതിനാണ് നമ്മൾ ഭേദമതന്യേ മാനവനായി എന്ന് നമ്മുടെ കുർബാന തുടങ്ങുമ്പോൾ ചൊല്ലുന്ന പാട്ടിലുണ്ടല്ലോ. ഭാവവും ആളും രണ്ടുണ്ടെന്ന് ഓതിയിടുന്നവൻ ശാപാർഹൻ, ഇരു സ്വഭാവം ഉണ്ടെന്ന് പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നും പറയുന്നുണ്ട്. നരകം അവൻ നേടും, അവൻ തീർച്ചയായും നരകത്തിൽ പോകുമെന്നാണ് പറയുന്നത്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, എന്നാലൊന്ന് പറഞ്ഞു വിട്ടേക്കാം. ഭാഗ്യവതി എന്നോട് ചൊല്ലുക, എവുള്ള ആദരവോടേറ്റു വാരും വാനും നിറയുന്നവനെ നീ. ഭൂമിയും സ്വർഗവും നിറഞ്ഞിരിക്കുന്നവനെ, തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനെ നീ എങ്ങനെ എവ്വള ആദരവോടേറ്റു എന്ന് ചോദിക്കുക. എങ്ങനെ അവൻ നിന്നിൽ പ്രവേശിച്ചു? കാതലൂടൊളിവായേറി നിശ്ചലമായി ഉദരെ വാണാൻ തിരഹിതമായി തൽ ബലമെന്നെ താങ്ങി. കാതിൽ കൂടെ പ്രകാശമായി പ്രവേശിച്ചു, തിരുവിഷ്ടത്താൽ അവൻ്റെ ബലമെന്നെ താങ്ങി. മുട്ടിന്മേൽ ഞാൻ നിലകൊണ്ടു, ലോക പുരാതനനെ പെറ്റാൻ. ഹാലേലുയ, രക്ഷിച്ചാൻ ലോകം. നിർവ്വദാവീര്യൻ മകളാം മറിയാമിൽ പ്രവചനമാം ദൃഷ്ടാന്തങ്ങൾ ഉപമകളും സ്വാർത്ഥകമായി. പുരുഷസ്പർശം തീണ്ടാതെ പൂർവികനെ കന്യക പെറ്റു. ഗരുഡേശ്വരനെ പ്രാക്കിളി താൻ പോറ്റി. നിജബലിയാൽ പാപം നീക്കി. കാൽബലി നുലകിനെ വീണ്ടോ രജബോധത്തെ പെണ്ണാടും പെറ്റു. സാധനിൽ നിന്നാഗതനായി ദാവീദിൻ സുതയിൽ ജാതം ചെയ്തു. ഉലകത്തെ രക്ഷിച്ചോ ധന്യൻ. കണ്ടോ, ഇത്രയും പറയാൻ 8 മിനിറ്റ് എടുത്തു. നമ്മളിത് അറിഞ്ഞിരിക്കണം. പരമസത്യങ്ങളാണ് കർത്താവേശു മിശിഹായുടെ ജനനവുമായി ബന്ധപ്പെട്ട സത്യങ്ങളാണിവ. ഇനിയും നമ്മൾ പ്രദക്ഷിണത്തിലേക്ക് തിരിച്ചു വരാം. കുഴിയുടെ പടിഞ്ഞാറ് വശത്തെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പൗലൂസ്ലീഹ എന്നുള്ള ഗീതം ചൊല്ലിയ ശേഷം തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്നുകൊണ്ട് ശ്ലീഹ വായിക്കുന്നു. തെക്ക് കിഴക്ക് ഭാഗത്ത് ഇരിക്കുന്നതുകൊണ്ട് വായിക്കുന്നതിൻ്റെ ഒക്കെ പ്രാധാന്യമുണ്ട്. അതൊക്കെ ഞാൻ വിടുകയാണ്. ശ്ലീഹ വായിക്കുന്ന എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വളരെ നാം ശ്രദ്ധിക്കേണ്ടിയ വാക്യങ്ങളാണ്. അതിലെ പ്രധാനമായ ഒരു കാര്യം ഞാൻ പറയാം. അതൊക്കെ നമ്മുടെ ഈ ഗീതങ്ങളിലൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആരാധന എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആരാധനയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തും ഇൻകോർപ്പറേറ്റ് ചെയ്തും ഒക്കെയാണ്. അതിൻ്റെ ദൈവവചനമാണെന്ന് പറഞ്ഞാൽ വചനത്തിനെ യഥാർത്ഥമായിട്ട് ശുശ്രൂഷിക്കുന്നത് നമ്മളാണ്. ഈ വചനം പ്രസംഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പലതരമുണ്ട് പ്രസംഗങ്ങൾ. പക്ഷേ വചനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് ഒരു സാക്രമെൻ്റൽ ആണെന്ന് നമുക്ക് പറയാം. ഒരു കൗദാശിക ഭാവമുള്ളതാണ് വചനത്തിൻ്റെ ശുശ്രൂഷ. വചനത്തിൻ്റെ ശുശ്രൂഷ എല്ലാ കൂദാശകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാ കൂദാശകളിലും വചനം വായിക്കും. ഇന്ന് വായിക്കുന്ന വചനം, അതിനു മുമ്പേ യാമപ്രാർത്ഥനയിലൊക്കെ പാടുന്ന ഒരു പാട്ട് തന്നെയായത്. ആ പാട്ട് ഞാനങ്ങ് പാടിയേക്കാം. ഭാഗികമായ ദൃഷ്ടാന്തത്തിൽ നിബിയന്മാർ മൂലം പൂർവപിതാക്കളോടായി താതൻ പൂർവം ഭാഷിച്ചു നമ്മോടിന്നീ അന്തിമകാലത്തിൽ വത്സലതനയൻ മൂലം ഭാഷിച്ചു. അവകാശിയവൻ മൂലമഹോ നിർമ്മിതമായ ലോകം ബേത്ലഹേം ഗുഹയിൽ ജാതം ചെയ്തോനവനല്ലോ. കണ്ടില്ലേ, ഈ ഗീതമെന്ന് പറയുന്ന ഈ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ഒരു ഗാനരൂപമാണ്. ഇനി അതിൽ ഉൾപ്പെടാത്ത ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തിൻ്റെ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് ഇച്ചിരി നമ്മൾ വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടി. ദൈവത്തിൻ്റെ ആദ്യജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ ഈ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആദ്യജാതൻ ജഡമെടുത്ത് അല്ലെങ്കിൽ ശരീരം ധരിച്ച്, വിശുദ്ധ കന്യകയിൽ നിന്ന് ശരീരം ധരിച്ചാണ് ഭൂതലത്തിലേക്ക് ജഡരൂപത്തിൽ വരുന്നത്. ജഡരൂപത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് രൂപമുണ്ടായിരുന്നു. അത് തേജോ രൂപമായിരുന്നു. സ്വർഗീയ ആദ്യജാതന്മാരുടെ രൂപവും ഭാവവുമായിരുന്നു. ആദ്യജാതന്മാരെ സൃഷ്ടിച്ചവനാണ് താൻ. അതുകൊണ്ടാണ് ആദ്യജാതന്മാരിൽ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കർത്താവ് യേശു മിശിഹായുടെ ആദ്യജാത
ഭാവം അതും നമ്മൾ മനസ്സിലായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ആദ്യജാതനെ പ്രസവിച്ചെന്നൊക്കെ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപ്പറ്റിയൊക്കെ പറയുന്നത് വേറെ ഒരു അവസരത്തിൽ പറയാം. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായ ജഡീക പുത്രനല്ല. ഇപ്പം 4 മക്കളിൽ ആദ്യത്തെ പുത്രനും ആദ്യജാതൻ എന്ന് പറയും. ഇത് സ്വർഗീയ ആദ്യജാതനാണ്, മറ്റേത് ഭൗമിക ആദ്യജാതനാണ്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാതെ മാതാവ് പിന്നെയും പ്രസവിച്ചെന്നൊക്കെ 4 മക്കളെ പ്രസവിച്ചെന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ആരെയും കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തെറ്റായ വ്യാഖ്യാനവും തെറ്റായ പഠിപ്പീരുകളും ശാപാർഹമായ സംഗതികളുമാണ്. അത് നമ്മൾ അത് കേൾക്കാനോ അതിൽ ശ്രദ്ധിക്കാനോ പോകരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ ശ്ലീഹാ വായന കഴിഞ്ഞാൽ അടുത്തത് ഏവങ്കേലിയോൻ വായനയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദവായന. അന്ന് വായിക്കുന്ന ഏവങ്കേലിയോൻ്റെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഏവങ്കേലിയോൻ ഭാഗമാണ്. അവിടെ മാലാഖമാരെ ആട്ടിടയന്മാരുടെ അടുത്ത് വന്ന ദൂതറിയിക്കുന്ന കാര്യമാണ്. അഗ്നിമയന്മാരായ മാലാഖമാർ, മാലാഖമാർ ഒരു മാലാഖ ആദ്യം വന്ന് ദൂതറിയിച്ചു. എന്താ ദൂത്? ആ ദൂതിനെ പറ്റി പിന്നെ പറയാം. അറിയിച്ചു കഴിഞ്ഞ ഉടനെ സ്വർഗത്തിലെ മാലാഖമാരുടെ ഭൂതാകൾ വൃന്ദങ്ങൾ ഇറങ്ങി വന്ന് അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യമക്കൾക്ക് സംപ്രീതി എന്ന് മാലാഖമാരും മനുഷ്യരും കൂടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചതായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെ മേലുള്ള വിവരങ്ങളിലെ തീക്കെടുത്ത മാലാഖമാർ. അപ്പോൾ ദൈവത്തെപ്പറ്റി പറയുന്നത് എന്നതാ? അഗ്നിമയൻ കർത്താവരയിൽ തൂവാല് കെട്ടി എന്നൊക്കെ പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ട്. ആ അഗ്നി എന്ന് പറയുന്നത് മാലാഖമാരുടെ അഗ്നി ശരീരത്തിനേക്കാൾ വളരെയേറെ ഉയർന്ന ജീവാഗ്നിയാണ്. അതാണ് ഡിവോറിങ് ഫയർ എന്ന് ഇംഗ്ലീഷിൽ പറയും. ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ മാലാഖമാർ പോലും ആ അഗ്നിയെ നോക്കുവാൻ സാധിക്കത്തില്ല അവർക്ക്. അതുകൊണ്ടാണ് എരിചിറകാലെ കാലുകൾ മൂടുന്നു, ചിറക് കൊണ്ട് മുഖം മറയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതാണ് ഈ അഗ്നികൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഫിസിക്കൽ ഫയറാണ് ഈ ചൂളയിൽ. അപ്പോൾ ഈ വേദവായന നടത്തിയിട്ട് ഏവങ്കേലിയോൻ വായന പകുതിയാക്കിയിട്ട് മാലാഖമാർ ഇറങ്ങി വരുന്നു എന്നുള്ള ആ ഭാഗം വരുമ്പോൾ പട്ടക്കാരും ജനങ്ങളുമെല്ലാം തീജ്വാല കൂട്ടാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ പഴയ പള്ളികളിലെല്ലാം ഉണ്ട് സിമെൻറ്റ് കൊണ്ട് ഏതാണ്ട് 1 അടിയോളവും ആഴത്തിൽ കുഴിച്ച് സിമെൻറ്റ് വാർത്തിട്ട് സ്ലാബിട്ട് മൂടിയിരിക്കുക. അപ്പോൾ ആണ്ടിലൊരിക്കലല്ലേ ഉള്ളൂ ഇത്. അപ്പോൾ ആ സ്ലാബ് എടുത്തിട്ടെല്ലാം വൃത്തിയാക്കി കുരുത്തോലകൾ കൊണ്ട് നിറയ്ക്കും. കുരുത്തോലകൾ നാട്ടി നിർത്തിയിരിക്കുക. അപ്പോൾ ഒരു കുരുത്തോല കുരിശാണ് അവിടെ നമ്മൾ കാണുന്നത്, നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പട്ടക്കാരന് നേരത്തെ ഒരു തീ കൊടുത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഒരു കമ്പിൻ്റെ അറ്റത്ത് തുണി ചുറ്റി അത് എണ്ണയിൽ മുക്കി അതിന് തീ കത്തിച്ചിട്ട് ക്രൂശാകൃതിയിൽ 4 ഭാഗത്തായി കിഴക്ക് പടിഞ്ഞാറ് തെക്കേ വടക്കേ എന്നുള്ള 4 ഭാഗത്ത് തീ കൊടുക്കും. തീ കൊടുത്ത് കഴിഞ്ഞിട്ട് അഗ്നി ആളിക്കത്തുമ്പോൾ അതിനകത്ത് കുന്തിരുക്കമിടും. യെശയ്യാപ്രവചനത്തിലുണ്ട് സാബായിൽ നിന്ന് കുന്തിരിക്കം കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതനുസരിച്ച് പുതിയ നിയമത്തിലെ വിജ്ഞാനികൾ പുന്നുമൂരും കുത്തിരിക്കവും കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. കാഴ്ച സ്വീകരിക്കണമെന്ന് അവനോട് അഭ്യർത്ഥിച്ചു എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കുന്തിരിക്കമെന്ന് പറയുന്ന ദൈവത്തിന് പ്രീതികരമായ ഒരു ഒണോറിഫിക്, പ്യൂരിഫിക്കേറ്ററി ആൻഡ് എലിവേറ്റിംഗ് പെർഫ്യൂമാണ് അതിൻ്റെ. പെർഫ്യൂമല്ല, പരിമള വാസനയാണ് അതിൻ്റേത്. ആ കുന്തിരിക്ക വിട്ടും അത് കഴിഞ്ഞ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഈ കുന്തിരിക്കമിടാനായിട്ടുള്ള അവസരവുമുണ്ട്. അന്ന് മാത്രമേ ഉള്ളൂ തീയിൽ അയ്മേനികൾക്ക് കുന്തിരിക്കമിട്ട് ദൈവത്തെ പുകഴ്ത്തുവാനുള്ള, ആരാധിക്കുവാനുള്ള ഒരവസരം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇതിന് ചുറ്റും 3 പ്രാവശ്യം നടക്കും. തെശുബോത്തോ ലാലോഹോ ബമറാവുമേ അല്ലറോ ശൈനോ സബുറോത്തോബോ രബിനൈനോ ശോ എന്ന് 3 പ്രാവശ്യം. അതിൻ്റെ അർത്ഥം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യമക്കൾക്ക് സംപ്രീതി എന്ന് 3 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അത് കഴിഞ്ഞ് മാലാഖമാരുടെ സ്തുതിപ്പിയലും. അതെന്തുവാ?
അഖുമോൽ സബഹീൻ മാലാഖേ ഉറാബൈ മാലാഖേ പശുമായോ എന്ന് സുറിയാനിയിലുള്ളത്. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനന്മാരും ഭാവിയുള്ളമായ ഞങ്ങളും സ്തുതിക്കുന്നു. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നിരപ്പും മനുഷ്യമക്കൾക്ക് സംപ്രീതിയും എന്നൊക്കെ പറഞ്ഞുള്ള ഗദ്യം ചൊല്ലിയിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് എവങ്കേലിയോൻ മേശയിലേക്ക് വന്നിട്ട് ആ വേദഭാഗത്തിൻ്റെ ബാക്കി വായിക്കും. അത് ആട്ടിടയന്മാർ കർത്താവിനെ കണ്ടിട്ട് കുഞ്ഞാടുകളുമായിട്ട് വന്നെന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4 പേരുടെ പേരുമൊക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ക്ലാസ്സുകളിൽ. അവർ തിരിച്ചു പോയി ജനത്തിനോട് ഈ വിവരം അറിയിച്ചു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രദക്ഷിണം കണ്ടിന്യൂ ചെയ്യുകയാണ്. പ്രദക്ഷിണം കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് മൂറാനേശു മിശിഹ എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി ഒരു കൗമായും ചൊല്ലി പിന്നെ പള്ളിക്കകത്തേക്ക് മധുബായിലേക്ക് നേരെ പോയി പ്രവേശിക്കുന്ന ഒരു പ്രദക്ഷിണമാണ്. ആ സമയത്ത് പാടുന്ന ഒരു ഗീതമുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യൗമുഖിലോ കുലോ മേറോഹേ മെനോശോ മെസിയാബോസേ അൽകൂൽദോറീൻ മാനവവത്സലനെ പുരുഷാന്തരമായി അണയും ദേ ദിവസം തവ സന്നിഭമാം നിൻ പ്രഥമം ജനനം നാഥാധന്യം അതിനാലീ പെരുന്നാൾ അനിശം കാമ്യം. ഇനിയും ഞാൻ ബ്രൂസ് ഓർഡറായിട്ട് വായിക്കും. ലയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് പറയുന്നത്, ഇടയന്മാരല്ലാതാരാണോർത്താൽ ആട്ടിൻകുട്ടികളെ ആദ്യം കാൺമോർ, സാക്ഷാൽ കുഞ്ഞാടിൻ ജനിയിൽ ദൂതും ആട്ടിടയർക്കിടയിൽ വിരവോടെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഗീതമായിട്ട് പറയുക. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പാപികൾ മേൽ ഇന്നാൾ അൻപുണ്ടായി ഞങ്ങൾ തൻ ബഹുവാം കടവും നീങ്ങി, നാഥാനിൻ വലുതാം ദിവസം ഞങ്ങൾ ലഘുവാക്കിയിടരുതേ പ്രിയമായിക്കുക. ഈ വലിയ ദിവസത്തെ ഞങ്ങളെ ലഘുവാക്കരുതെന്ന്. മൗനമെഴും ശിശുവെ മറിയാമേന്തി അവനിലഹോ ലീനം ഭാഷാനിമുഖം. എന്തൊരു ഭയങ്കരമായ സ്റ്റേറ്റ്മെൻ്റാണെന്നറിയാമോ? മിണ്ടാപ്രാണി പോലെ കിടക്കുന്ന മൗനിയായി കിടക്കുന്ന ശിശുവിനെ മറിയാം മടിയിൽ എടുത്തിരിക്കുന്നു. അവനിലഹോ ലീനം ഭാഷാനിമുഖം. ഈ ലോകത്തിലുള്ള 10,000 15,000 ഭാഷകളുണ്ട്. ഈ ഭാഷകളുടെ എല്ലാം ഉറവിടം താനാകുന്നു. മിണ്ടാതെ കിടക്കുന്ന മൗനിയായി കിടക്കുന്ന ഈ ശിശുവിൽ അന്തർലീനമായിരിക്കുന്നത് ഭാഷാനിബഹമാണ്. എന്തൊരു ഭയങ്കര ശാസ്ത്രീയമായ സ്റ്റേറ്റ്മെൻറ്റാണതെന്ന് നമുക്കറിയാമോ? ബാബേലിൽ ഭാഷകൾ കലങ്ങിയത് നമുക്കറിയാം. പെന്തക്കോസ്തി പെരുന്നാളിൽ സ്ലീഹന്മാർ പ്രസംഗിച്ച അത് ഭാഷ മറ്റേ 7 രാജ്യക്കാരുടെ ഭാഷയിൽ കേട്ടതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഭാഷയുടെ പ്രാധാന്യം ഉണ്ട്. അപ്പം ഈ ഭാഷകളെല്ലാം പുറപ്പെടുന്നത്, ഈ ഭാഷകളുടെ ഉറവിടം ജീവൻ്റെ ഉറവിടം പോലെ തന്നെ ഭാഷകളുടെ ഉറവിടവും ഈ കിടക്കുന്ന ശിശുവിലാകുന്നു. ഈ ശിശു ആരാണെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതല്ലേ ഉള്ളൂ. ദൈവധനൂജൻ. അടുത്തത്, സൃഷ്ടിയതിൻ ബലമങ് അവനിൽ ഗൂഢം വാഴുമ്പോൾ അവനെ യൗസേപ്പേന്തി. സൃഷ്ടിയുടെ ബലം അവനിലാണ്, സൃഷ്ടിയുടെ കേന്ദ്രം അവനിലാണ്. ഗ്രഹയുധത്തെ തൻ്റെ ആംഗ്യത്താൽ ഓടിക്കുന്നവനാണ്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നേരത്തെ ഞാൻ പാടി കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. സൃഷ്ടികളുടെ ബലം അവനിലാണ്. ഗ്രഹയുധത്തെ, കോസ്മോസിനെ ഓടിക്കുന്നു. എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നത് പോലും അവൻ്റെ ആംഗ്യം മൂലമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്തൊരു ഭയങ്കരമായ കാഴ്ചപ്പാടുകളാണ്. ഇനിയും കേട്ടോ, നിന്നുടെ വൻ ദിനമാം നിധിയിൽ നിന്നും സകല ദിനങ്ങളും ഉത്ഗതിയാർജിച്ചു. പെരുന്നാളിൽ വലിയ പെരുന്നാളിതുതാൻ ദുഷ്ടാളി മധ്യേ വന്നു കൃപാലു. കണ്ടോ, പെരുന്നാളുകൾ വലിയ പെരുന്നാളാണ്, ഏറ്റവും വലിയ ദിവസമാണ്. എന്താ കാരണം? പാതകിയെ തേടി കൃപ വന്നീ നാൾ. പാപിയെ തേടി കൃപ വന്നു. നാളെല്ലാറ്റിലുമീ നാളുൽകൃഷ്ടം. ഈ ദിവസം രക്ഷാപാനം പേറും മുന്തിരിതൻ നവമാം കനിയിൻ ഗുലയം. എന്താ
രക്ഷാരസം പേറുന്ന മുന്തിരി കനികളെ വഹിച്ചിരിക്കുന്ന മുന്തിരി കുലയാണിത്. ഈ ദിവസം രക്ഷാപാനം പേറും മുന്തിരി തൻ നവമാൻ കനിയിൻ കുലയാ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ പാട്ട് അവസാനിപ്പിക്കുക. ഇനിയുണ്ടെന്നും ഞാൻ പാടുന്നില്ല. ഈ മുന്തിരിക്കുലയെ യൂതർ മർദ്ദിച്ചു, വീഞ്ഞെടുത്തു, പക്ഷേ അവരാ വീഞ്ഞ് കുടിച്ചില്ല. തൻ മക്കൾക്കത് പാനീയമായി, രക്ഷയുടെ പാനീയമായി എന്ന് ശ്ലീബാപുരനാളിൻ്റെ അവസാനത്തെ ഒരു പാട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദക്ഷിണത്തിലേക്ക് തിരിച്ചു വരാം. ഈ പ്രദക്ഷിണം ഇങ്ങനെ പാടി അവസാനം പള്ളിയിൽ കയറി മധുബായിലേക്ക് പ്രവേശിക്കുകയാണ് പട്ടക്കാരൻ. മധുബായിൽ പ്രവേശിച്ച് നിന്നുകൊണ്ട് ശ്ലീബ ആഘോഷത്തിൻ്റെ ശുശ്രൂഷ നടത്തുകയാണ്. കിഴക്കോട്ട്, പടിഞ്ഞാട്ട്, വടക്കോട്ട്, തെക്കോട്ട് എന്നീ ക്രമത്തിൽ ശ്ലീബ പോലെ തന്നെയാണ് ആഘോഷിക്കുന്നത്. 3 പ്രാവശ്യം വീതം ആഘോഷിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ചൊല്ലുന്ന പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കേൽപ്പിക്കുക. നമ്മളിതെല്ലാം അറിഞ്ഞതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഗ്രഹിക്കണം. അതിനു വേണ്ടിയാണ്. കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന്, ദൈവമായ കർത്താവേ, കന്യകമറിയാമിൽ നിന്നുള്ള നിൻ്റെ ജന്മദിവസത്തെ ബഹുമാനിക്കുവാനും, നമ്മൾ പള്ളിയിൽ വന്നിരിക്കുന്ന എന്തിനാ? ഈ ജന്മദിവസത്തെ ബഹുമാനിക്കുവാനും നിൻ്റെ ജന്മത്തിൻ്റെ മാതൃകയെ ഞങ്ങളുടെ ഉള്ളിൽ ആഘോഷിക്കുവാനും. കണ്ടോ, നമ്മുടെ ഉള്ളിൽ നമ്മളെല്ലാം ദേവാലയങ്ങളാണ്, ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നല്ലേ പൗലോസ്ലീഹ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആലയത്തിലെ ആന്തരിക ബേത്ലഹേമാണ് ഇന്ന് നമ്മൾ. അതാണ് ഇവിടെ പറയുന്നത്, ജനത്തിൻ്റെ മാതൃകയെ ഞങ്ങളുടെ ഉള്ളിൽ ആഘോഷിക്കുവാൻ. അപ്പോൾ ആഘോഷിക്കാൻ മാതൃകയുണ്ട്, പിന്നെ വന്ദിക്കാൻ മാതൃകയുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അത് പറയും, ഞാൻ മോശയെ കൊണ്ട് ദൈവം ഉണ്ടാക്കിച്ച സാക്ഷ്യപീഠത്തിൻ്റെ അടുക്കലേക്ക് 1 മിനിറ്റ് പോകാം. സീനായി പർവ്വതത്തിൽ പിതാവും പുത്രനും ഇറങ്ങി വന്നിട്ട് സാക്ഷ്യപ്പെട്ടകം ഉണ്ടാക്കണം. എന്തിനാ? ദൈവത്തിന്, അമ്മാനുവേൽ ദൈവത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് വന്ന് നിന്നുകൊണ്ട് മോശയോട് സംസാരിക്കാൻ. അല്ല, വെറുതെ ദൈവം ഇറങ്ങി വരത്തില്ല. അതിനൊരു മാതൃകയുണ്ട്. സാക്ഷ്യപ്പെട്ടകം ഉണ്ടാക്കി. എൻ്റെ ഒരു ടോക്ക് ഞാനത് വിവരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ആ സാക്ഷ്യപ്പെട്ടകത്തിൻ്റെ ചുറ്റുള്ള 8 എന്നുള്ളത് ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും സംഖ്യയാണ്. അതിൻ്റെ മുകളിൽ കൃപാസനം. എൻ്റെ പോയിൻ്റ് ഇതാണ്, തങ്കം കൊണ്ടുണ്ടാക്കിയ കൃപാസനത്തിൽ 2 അടിപ്പ് പണിയായി 2 മാലാഖമാരെ ഉണ്ടാക്കണം. പെന്തക്കോസ്തുകാരത് വിഗ്രഹമാണെന്ന് പറയത്തില്ല. കുരിശിനെ കണ്ട ഉടനെ വിഗ്രഹമെന്ന് പറയും. അതും വിഗ്രഹം തന്നെയാണ്. എന്നിട്ട് ദൈവം എന്നാ പറഞ്ഞേ? നീ അടിപ്പ് പണിയായി 2 മാലാഖമാരെ ഉണ്ടാക്കണം, സ്വർണം കൊണ്ടുണ്ടാക്കണം. അത് ജമ്പ് ഇരുമ്പ് ഒന്നും പോരാ, സ്വർണം തന്നെ വേണം. അതിനൊക്കെ പ്രാധാന്യമുണ്ട്, അത് പിന്നാലെ പറയാം. അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ അവയുടെ മധ്യേ നിന്നുകൊണ്ട് നിന്നോട് സംസാരിക്കും. അങ്ങനെ ഉണ്ടാക്കിയില്ലേ ഞാൻ വരത്തില്ല, ഞാൻ അവരുടെ മധ്യേ വരത്തില്ല, നിന്നോട് സംസാരിക്കത്തുമില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? അത് വിഗ്രഹാരാധനയാണോ? അതുപോലെ തന്നെയാണ് ശ്ലീബ ആരാധനയും എന്ന് തൽക്കാലം മനസ്സിലാക്കുക. ജനനത്തിൻ്റെ മാതൃകയെ ഞങ്ങളുടെ ഉള്ളിൽ ആഘോഷിക്കുവാനും ജീവപ്രദമായ നിൻ്റെ ശ്ലീബായെ പുകഴ്ത്തുവാനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവവുമേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിനക്ക് പ്രീതികരമായ സൽപ്രവർത്തികളാൽ എപ്പോഴും ഞങ്ങളെ ആത്മീയമായി ജനിപ്പിക്കുമാറാകണമേ. അനദർ പോയിന്റ്, നമ്മൾ ദേവാലയത്തിൽ വരുന്ന എന്തിനാ? കർത്താവിന് പ്രീതികരമായ സൽപ്രവൃത്തികളാലും. ആ സൽപ്രവൃത്തികളെക്കാട്ടി പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയായത് കർത്താവിന് ഇഷ്ടമുള്ള ആരാധന നടത്തുക എന്ന് പറയുന്നത്, ദൈവപ്രീതിക്കായിട്ടുള്ള ആരാധന. അതുവഴി നമ്മളെ ആത്മീയമായി വീണ്ടും ജനിക്കുക. ഓരോ ക്രിസ്മസിനും കഴിഞ്ഞ ക്രിസ്മസിനേക്കാൾ കൂടുതൽ ആത്മീയതയിലും ആനന്ദത്തിലും നമ്മുടെ ആത്മാക്കൾ എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ്. ഇത് ക്യുമുലേറ്റീവ് എഫക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഞങ്ങളെ ആത്മീയമായി ജനിപ്പിക്കുമാറാകണം. ഞങ്ങളെ സകല ഉപദ്രവങ്ങളിൽ നിന്നും നിൻ്റെ ശ്ലീബായുടെ പാർശ്വങ്ങളിൽ സംരക്ഷിച്ചു കൊള്ളുകയും ചെയ്യണം. കണ്ടോ, സാത്താൻ്റെ സർവ്വ ഉപദ്രവങ്ങളിൽ നിന്നും ശ്ലീബായുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുക, യാചിക്കുകയാണ്. എന്തിനാ? നാഥ നിൻ രാജ്യത്തിൻ മഹിമാഗമനെ ശ്ലീബാ ചിറകാൽ ഞങ്ങളെ മൂടിക്കൊള്ളണമേ. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ സംരക്ഷിക്കുന്ന പോലെ ശ്രീബായുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് എക്ബോ എന്ന് പറയുന്ന ഒരു പാട്ടാണ്. അത് കേട്ടെ, നമ്മൾ തിരിച്ച് ബേത്ലഹേമിലേക്ക് പോകാം. നമ്മളിവിടെ പള്ളിയിലൊന്നുമല്ല, ആന്തരികമായിട്ട് നമ്മുടെ ആന്തരിക ബേത്ലഹേം നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള ജോഗ്രാഫിക്കായിട്ടുള്ള ബേത്ലഹേമിലേക്കും കൂടെ നമ്മൾ
പോവുകയാണ്. ഹേതലഹേ നിലഗുഹ തന്നിൽ ജാതം ചെയ്താൻ സകലേശൻ സന്മാനത്തിനാഗതരായി പ്രാചിയിൽ നിന്നും പ്രാജ്ഞന്മാർ കർത്താവിനെ വിശ്വാസികളെ സ്തോത്രസമേതം വാഴ്ത്തിയിടുവീൻ. കർത്താവ് ബേത്ലഹേം ഗുഹയിൽ ജനിച്ചു. ഗുഹയിൽ ജനിച്ചെന്ന് വേദപുസ്തകത്തിലില്ല. എവിടെയാണ് ജനിച്ചെന്ന് വേദപുസ്തകം മാത്രമുള്ളവർക്ക് അറിയാമെന്നില്ല. പുൽക്കൂട്ടി കിടത്തിയെന്നുള്ളതുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർപ്പിച്ചേച്ച് അവസാനം പറയുന്നതിനാ കർത്താവിനെ വിശ്വാസികളായ എല്ലാവരുമേ സ്തോത്രസമേതം വാഴ്ത്തിടുവീൻ. ഇനി അതിനടുത്ത ഒരു പാട്ടാണ്. അതിന് സഖോനിയസ് എന്നാ പറയുന്നത്. ബേത്ലഹേമിൽ ദൈവസുതൻ ജാതം ചെയ്താനേ ദിവസം നബിയന്മാർ മുൻ ചൊല്ലിയതാം വചനം നിഖിലം മുദ്രിതമായി തിരുജനനത്തെ മാനിച്ച ശ്രീബായെ കൂപ്പുന്നങ്ങൾ. തിരുജനനത്തെ മാനിച്ച് ഞങ്ങൾ ഈ ശ്രീബായെ വന്ദിക്കുന്നു. നബിയന്മാർ മുൻ ചൊല്ലിയതാം വചനം നിഖിലം മുദ്രിതമായി. എല്ലാ പ്രവാചകന്മാരും നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരെന്ന് പറയുന്നുണ്ടല്ലോ, അവരുടെ പ്രവചനങ്ങളെല്ലാം ഇന്ന് നിവൃത്തിയായി. അതുകൊണ്ട് നീയാകുന്ന അല്ലെ നിന്റെ പ്രതീകമാകുന്ന, നിന്റെ ജീവനുള്ള പ്രതീകമാകുന്ന ജീവനുള്ള സ്ലീബായെ ഞങ്ങൾ കൂപ്പുന്നു. പ്രാർത്ഥനയോട് അതിനാ ഞങ്ങൾ ഘോഷമോട് ഇങ്ങനെ പാടിടും. കൂപ്പിയിട്ട് അതിനോടൊപ്പം തന്നെ ഞങ്ങളെ പ്രാർത്ഥിച്ച് ഘോഷമായിട്ട് ഇടവക മുഴുവൻ ഇങ്ങനെ പറയും. എന്താ? കുറിയേലായിസോൻ. അതിൽ ഇടവകയുടെ ശബ്ദം ഒന്നിച്ച് കുറിയേലായിസോൻ എന്ന് പറയും. കുറിയേലായിസോൻ എന്ന് പറഞ്ഞ അർത്ഥം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. 3 പ്രാവശ്യം പറയും. ട്രൈസാജിയോൺ ഇല്ലേ, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. അതിനൊക്കെ വേറെ ഒരുപാട് ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ചിലരൊക്കെ ചോദിക്കും എന്തിനാ 3 പ്രാവശ്യം പറയുന്നു, 1 പ്രാവശ്യം ചൊല്ലിയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. പോരാ, അത് പിന്നീട് വ്യാഖ്യാനിക്കാം. ഇനി നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നുള്ള ഈ പ്രാർത്ഥന കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഇതുപോലെ തന്നെ പ്രാർത്ഥന, പിന്നെ യഗ്ബോയെ മസക്കവനീസോ എന്നും പറഞ്ഞ് 12 പ്രാവശ്യം നമ്മൾ കുറിയേലാശവും കുറിയേലാശവും കുറിയോലാശവും എന്ന് പറയും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തീർക്കാൻ പറ്റത്തില്ല. ഒരു ക്ലാസ് കൂടി എടുത്തെങ്കിലേ തീരത്തുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കുക. USOCക്ക് വേണ്ടി ഡോക്ടർ CA നൈനാൻ ചിറത്തലാട്ട്.